അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ നടക്കുകയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇന്ത്യക്ക് നേരെ ഏകപക്ഷീയമായി വെടിയുതിർക്കുകയായിരുന്നു പാകിസ്ഥാൻ സൈന്യം. ഇതിന് അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ഒരു സുബേദാർ വീരമൃത്യു വരിച്ചു ആക്രമണത്തിൽ എന്നുള്ള പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ അഖന്നൂറിലാണ് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത്. യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുകയായിരുന്നു. പ്രദേശത്ത് തമ്പടിച്ച നിരവധി ഭീകരന്മാരെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടത്തിവിടാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാന്റെ ഈ വെടിവയ്പ് എന്നാണ് ഇന്ത്യ കണക്കാക്കുന്നത്. അഖന്നൂർ മേഖലയിലാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിയുതിർത്തത്. തൊട്ടു പിന്നാലെ ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുകയായിരുന്നു. തുടർന്ന് മണിക്കൂറുകളോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കനത്ത വെടിവയ്പ് പ്രദേശത്ത് നടന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ പ്രദേശത്തേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിന് പിന്നാലെ മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജമ്മു കശ്മീരിലെ കിഷ്താറിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ഭീകരന്മാർക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തി. ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർ അടക്കം 3 ഭീകരന്മാരെ ഇവിടെ ഇന്ത്യൻ സേന വധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കിഷ്താർ വഴി ഇന്ത്യയിലേക്ക് 40-ലധികം ഭീകരന്മാർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു. ഇതിന് വഴിയൊരുക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള ആക്രമണം പാകിസ്ഥാൻ സൈന്യം നടത്തിയത്. എന്നാൽ ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു കമാൻഡർ അടക്കം 3 ഭീകരന്മാരെയാണ് ഇവിടെ ഇന്ത്യ വധിച്ചിട്ടുള്ളത്. തഹാവുൾ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചതിന് പിന്നാലെ തന്നെ പാക് അതിർത്തിയിൽ വലിയ പ്രകോപനത്തിന് പാകിസ്ഥാൻ സൈന്യവും അതുപോലെ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും ഒക്കെ ശ്രമിക്കുമെന്ന് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ജമ്മു കശ്മീരിലെ അതിർത്തി പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇന്ത്യ നൽകിയത്. അതുകൊണ്ട് തന്നെ അതീവ സൂക്ഷ്മമായ നിരീക്ഷണം ഇന്ത്യൻ സേന അവിടെ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് അഖന്നൂർ മേഖലയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സേന വെടിയുതിർത്തത്. ആദ്യം അമ്പരന്ന ഇന്ത്യൻ സേന ഉടൻ തന്നെ തിരിച്ചടിച്ചു. എന്നാൽ ഈ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ ജവാൻ വീരമൃത്യു വരിച്ചു എന്നുള്ള പ്രാഥമിക വിവരമാണ് പുറത്തു വരുന്നത്. 3-4 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ അതിശക്തമായി തന്നെ പാക് സേനയ്ക്ക് നേരെ തിരിച്ചടിച്ചിരിക്കുന്നു. ജമ്മു കശ്മീരിലെ കിഷ്താറിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ഭീകരന്മാർക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തി. ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർ അടക്കം 3 ഭീകരന്മാരെ ഇവിടെ ഇന്ത്യൻ സേന വധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കിഷ്താർ വഴി ഇന്ത്യയിലേക്ക് 40-ലധികം ഭീകരന്മാർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു. ഇതിന് വഴിയൊരുക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള ആക്രമണം പാകിസ്ഥാൻ സൈന്യം നടത്തിയത്. എന്നാൽ ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു കമാൻഡർ അടക്കം 3 ഭീകരന്മാരെയാണ് ഇവിടെ ഇന്ത്യ വധിച്ചിട്ടുള്ളത്. പാക് സേനയ്ക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായി എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ആൾനാശം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ തോതെത്രയാണ് എന്നത് സംബന്ധിച്ച ഒരു വിശദമായ വിവരം ഇനിയും വരും മണിക്കൂറുകളിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇതിന് സമാന്തരമായിട്ടാണ് കിഷ്താർ മേഖലയിൽ നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമം ജെയ്ഷെ മുഹമ്മദ് നടത്തിയത്. അവിടെയും ഇന്ത്യൻ സൈന്യം അതിശക്തമായി തന്നെ പാക് ഭീകരന്മാരെ നേരിട്ടു. 3 ഭീകരന്മാർ കൊല്ലപ്പെട്ടു. അതിലൊരാൾ ജെയ്ഷെയുടെ കമാൻഡറാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിർത്തിയിൽ പ്രകോപനപരമായ ഇടപെടലുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് മാസങ്ങളായി പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പാക് അധീന കാശ്മീരിൽ ഹമാസിന്റെ ഭീകരന്മാരെ എത്തിച്ചുകൊണ്ട് ഹമാസിന്റെ ഭീകരന്മാർക്ക് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. ഇത് ഇസ്രായേൽ തന്നെ അതീവ രഹസ്യമായ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടായി ഇന്ത്യക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്കുള്ളിൽ വലിയ തോതിലുള്ള കലാപത്തിന് ശ്രമിക്കുകയാണ്. പാകിസ്ഥാൻ ഹമാസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹമാസിന്റെ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള വലിയ ശ്രമം നടത്തുന്നു. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാണ്. ഈ ആഭ്യന്തര കലാപത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന പരസ്യമായ ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്. പാകിസ്ഥാനിലെ കലാപങ്ങൾക്ക് പിന്നിൽ, താലിബാന്റെ ആക്രമണത്തിന് പിന്നിൽ, അതുപോലെ പാകിസ്ഥാനുള്ളിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷത്തിന് പിന്നിലൊക്കെ തന്നെ ഇന്ത്യയാണെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ വലിയ പ്രതിഷേധത്തിന്, വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു ധൈര്യം പാകിസ്ഥാനില്ല. അത്തരമൊരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്നും പലതവണ നേരിട്ട സർജിക്കൽ സ്ട്രൈക്കുകളുടെ ആഘാതം പാകിസ്ഥാന് ഓർമ്മയുണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സമാധാനം
നഷ്ടപ്പെടുത്തുക, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക, ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുക, ഇന്ത്യയെ അങ്ങനെ വലിയ കലുഷിതമായ കലാപഭൂമിയാക്കി മാറ്റുക. ഇതാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിർത്തിയിലെ ഈ സംഘർഷമെന്ന് വ്യക്തമാണ്. ഹമാസിന്റെ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് കടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നുള്ള വമ്പിച്ച റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ ഇതാ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരന്മാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരിക്കുന്നു. ആ ശ്രമത്തെ ഇന്ത്യയുടെ സൈന്യം അതിശക്തമായി തന്നെ തടഞ്ഞിരിക്കുന്നു. അതുപോലെ അഖനൂർ മേഖലയിൽ കനത്ത ഏറ്റുമുട്ടലാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യം തമ്മിൽ നടക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ഒരു ഇന്ത്യൻ ജവാൻ വീരമൃത്യു വരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. വരും മണിക്കൂറുകളിൽ ഈ ഏറ്റുമുട്ടൽ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്.